പുണ്യ ശവ്വാൽ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം, ഈ വെള്ളിയാഴ്ച നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അക്കൂട്ടത്തിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ. 1000 ആഗ്രഹങ്ങൾ പോലും സാധിപ്പിച്ചു തരുന്ന, വളരെ സിമ്പിളായി നിസ്കരിക്കാൻ പറ്റുന്ന മനോഹരമായ ചെറിയ 2 റക്അത്ത് നിസ്കാരം അതേതാണെന്ന് പഠിക്കണം. അതിലോടേണ്ട അത്ഭുതം നിറഞ്ഞ സൂറത്ത് ഏതാണെന്ന് പഠിക്കണം. അതിലൂടെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദുന്യവിയും ഉഖ്റവിയുമായ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട്. ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ. എന്തോരം കമൻസാണ്, സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, ഉസ്താദെ പേടിയാവുകയാണ്, ബാത്റൂമിൽ പോയിരിക്കുമ്പോൾ ചോര വരികയാണ്, ഞാൻ തളർന്നു പോവാണ്, എനിക്ക് ക്യാൻസർ ഉണ്ടാവുമോ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആദികൾ, ബുദ്ധിമുട്ടുകൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. എല്ലാവർക്കും പടച്ചവനെ നീ സമാധാനം നൽകണേ അല്ലാ. നമ്മളൊക്കെ ദ്വാരക്കാരുണ്ട് അല്ലേ. ഖുർആനിൽ മനോഹരമായി അല്ലാഹ് പറഞ്ഞു തരുന്നുണ്ട്, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്. നിങ്ങൾ 2 കാര്യങ്ങൾ മുറുകെ പിടിച്ചിട്ട് വേണം അള്ളാഹിനോട് സഹായം തേടാൻ. ഒന്ന് ക്ഷമയാണ്, ക്ഷമിക്കാൻ കഴിയണം, എടുത്തുചാട്ടക്കാരാകരുത്. രണ്ടാമത്തേത് നിസ്കാരമാണ്. ഈ 2 കാര്യം കറക്റ്റായ ആളുകൾ ചോദിക്കുന്നതിന് അള്ളാഹു ഉത്തരം തരും. പക്ഷെ അള്ളാഹിനെ ഭയപ്പെടാത്തവർക്ക്, പടച്ചോനെ സ്നേഹിക്കാത്തവർക്ക്, അള്ളാഹിൻ്റെ സ്ഥാനം തിരിച്ചറിയാത്തവർക്ക് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാരമാണ് അല്ലേ. നിസ്കാരം ഭയങ്കര ഭാരമാണ് പല ആളുകൾക്കും. പ്രത്യേകിച്ച് അസ്റിൻ്റെ സമയം, സുബഹിയുടെ സമയത്തൊക്കെ ഒന്ന് എഴുന്നേറ്റ് വരാൻ മുനാഫിക്കുകൾക്ക് പറ്റില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർ മടിയന്മാരാണ്. ഇന്നലെ നമ്മൾ ഉണർത്തിയിരുന്നു. അവരെ കൊണ്ടത് പറ്റൂല. ഇനി നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ഒരു കടമ തീർക്കണത് പോലെ അല്ലേ. പക്ഷേ ഇത് കടമ തീർക്കലല്ലടോ. ഇത് എൻ്റെ പ്രണയിനിയെ, ഞാൻ പ്രണയിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവളെ കാണാൻ എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ ഓടിച്ചെല്ലൂലേ. ഞാൻ പ്രണയിക്കേണ്ട, എന്നെ സ്നേഹിക്കേണ്ട എൻ്റെ റബ്ബ് എന്നെ കാത്തിരിക്കുന്ന നിമിഷത്തിൽ ഞാൻ എത്രത്തോളം ആത്മാർത്ഥതയോടെ ഓടിച്ചെന്നവൻ്റെ മുമ്പിൽ നിൽക്കണം. അതിന് വരെ നമ്മളിങ്ങനെ ഒരു ഇടങ്ങേറാണ് അസറും സുബഹിയൊക്കെ അല്ലേ. നാം മൈൻഡാണെങ്കിൽ അവൻ മുനാഫിക്കാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പലരും തോറ്റുപോകുന്നത് അതൊക്കെ കൊണ്ടാണ് അല്ലേ. ഒന്ന് ക്ഷമ തന്നെയാണ് അല്ലേ. ഇപ്പോൾ നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനെതിരെ ദ്വാരക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. പക്ഷെ ഉത്തരം കിട്ടിയത് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഓരോന്നിനും ഓരോ സമയമുണ്ട്. റബ്ബിനറിയാം എപ്പോഴാണ് കാര്യങ്ങൾ ഹൈർ എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ചോദിച്ചാൽ ഉടനെ കിട്ടില്ല. ചില സമയത്ത് ദുആൻ്റെ പ്രത്യേകത അങ്ങനെയൊക്കെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, ദ്വാരക്കുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടില്ല. കാരണം നമുക്ക് അത് കിട്ടിയാൽ അപകടമാണെന്ന് നമ്മളെക്കാൾ ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. നമ്മൾ ഈ ചോദിക്കണത്, ചിലപ്പോൾ നമ്മൾ ചോദിക്കണത് ദാരിദ്ര്യം മാറ്റി തന്നെയെന്നായിരിക്കും. പക്ഷെ ആ നിമിഷം ദാരിദ്ര്യം മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തേക്കാൾ വലിയ അഹങ്കാരം കടന്നു വരാനും, നമ്മുടെ ഈമാൻ നശിക്കാനും, അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാനും, പല പ്രശ്നങ്ങളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഇതറിയുന്ന റബ്ബ് ചിലപ്പോൾ ഉടനെ പണം തന്നില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതൊക്കെ ഉടനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അവൻ റബ്ബാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ പഠിച്ചു. ആരാണ്? ഞാൻ ചോദിക്കുന്നതൊക്കെ തരുന്നവരല്ല, എനിക്കെന്താണോ ഗുണം അത് തരുന്നവനാണ് റബ്ബുൽ ആലമീനായ അല്ലാഹ്. അങ്ങനെ ഞാൻ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല, എനിക്ക് എന്താണോ ഗുണം അത് തരുന്നവനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് കിട്ടിക്കൊള്ളുന്നില്ല, അതിൽ നമുക്ക് ഹൈർ ഉണ്ടാവില്ല. അതിന് പകരം അല്ലാഹ് ചോദിക്കാത്തൊരു ഗുണം തന്നേക്കാം. നമ്മളിപ്പോൾ ദ്വാരുന്നത് കൊണ്ടാണ് അതൊക്കെ കിട്ടണത്, മനസ്സിലായോ? നമ്മൾ ദ്വാരക്കണമുണ്ട് ചിലപ്പോൾ ചോദിച്ചത് കിട്ടൂല, അതിന് പകരം ചോദിക്കാത്തൊരു നന്മ തന്നേക്കാം. ഇല്ലെങ്കിലോ നമുക്ക് വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു പ്രയാസമല്ല തട്ടിക്കളഞ്ഞേക്കാം. നമ്മളിങ്ങനെ വേറൊരു കാര്യം ദ്വാരുന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ആ കാര്യം നമുക്ക് കിട്ടുന്നത് നമുക്ക് ഇടങ്ങേറാന്ന് ആർക്കറിയാം? അല്ലാഹ്ക്കറിയാം. ചിലപ്പോൾ അത് തന്നില്ലെങ്കിലും പിന്നീട് എപ്പോഴും വരാനിരിക്കുന്ന ഒരു അപകടം അല്ലാഹ് തട്ടിക്കളഞ്ഞേക്കാം. ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിലും നാളെ ആഖിറത്തിൽ വലിയ സ്ഥാനമുണ്ട് എന്നാണ്. ചില ആളുകളെ നാളെ ആഖിറത്തിൽ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു, പടച്ചോനെ ദുആന് ഇത്ര മഹത്വം ഉണ്ടായിരുന്നു പറഞ്ഞെങ്കിൽ ഞാൻ 24 മണിക്കൂർ ഇരുന്ന് ദ്വാരുന്നേനെ. അല്ലാഹ് ദുആ കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ഒരുപാട് മനുഷ്യന്മാർ ആഖിറത്തിലുണ്ട്. അപ്പോൾ ചിലരുടെയൊക്കെ ദുആ അല്ലാഹ് ആഖിറത്തിലേക്ക് മാറ്റി വെക്കും. എന്തിനാ? കാലാകാലം ഇവിടെ താമസിക്കണില്ലല്ലോ. ആഖിറത്തിലൊരു ലോകമില്ലേ? അവിടെ ചെല്ലുമ്പോൾ നിനക്ക് സമാധാനം കിട്ടണമെങ്കിൽ നിൻ്റെ അക്കൗണ്ടിൽ വല്ലതും വേണ്ടേ? ഈ ദുആ ഒക്കെ പടച്ചോൻ അങ്ങോട്ട് മാറ്റി വെക്കും.
ഏതായാലും ദുആ ഒന്നും വേസ്റ്റ് ആകില്ല എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇനി ഒരു കിടിലം വഴി ഞാൻ പറഞ്ഞു തരട്ടെ. ഒരിക്കൽ ഖളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ വരികയാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, യാ സയ്യിദി, എനിക്ക് 1000 ആഗ്രഹങ്ങളുണ്ട്, 1000 ആഗ്രഹങ്ങൾ. ഒറ്റ വഴി പറഞ്ഞു തരണം ഈ 1000 ആഗ്രഹം നടക്കാൻ. സിമ്പിൾ പരിപാടിയൊന്നുമല്ല അല്ലേ? 1000 ആഗ്രഹങ്ങളുണ്ട്, ഒരൊറ്റ പരിപാടി പറഞ്ഞു തരണം എൻ്റെ 1000 ആഗ്രഹങ്ങൾ നടക്കാൻ. സിമ്പിളല്ലേ? മഹാനായ ഖളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മോനെ നീ 2 റക്അത്ത് നിസ്കരിക്കണം. എത്ര റക്അത്താണ്? സാധാരണ സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ തന്നെ 2 റക്അത്ത് വെറുതെ നിസ്കരിക്കുക. എന്നിട്ടോ 1-ാം റക്അത്തിൽ വജ്ഹത്തും ഫാത്തിഹ സൂറത്തൊക്കെ ഓതിക്കഴിഞ്ഞതിന് ശേഷം, വജ്ഹത്തും ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷം സൂറത്ത് ഓതുന്ന വേളയിൽ 1-ാമത്തെ റക്അത്തിൽ എന്തോതണം? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതണം. എത്ര തവണ? 10 തവണ. എങ്ങനെ? ആദ്യം നമ്മൾ കൈയിട്ട് വജ്ഹത്ത് ഓതുക, ഫാത്തിഹ ഓതുക, ശേഷം 10 തവണ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അല്ലേ, സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യാം. സൂറത്തുൽ കാഫിറൂൻ ഒരുപാട് മഹത്വങ്ങളുണ്ട്. നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ സൂറത്തുൽ കാഫിറൂൻ ധാരാളം പതിവാക്കണേ എന്നാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സൂറത്തുൽ കാഫിറൂൻ പതിവാക്കുന്നവൻ്റെ ഈമാനിന് അള്ളാഹ് പ്രത്യേകമായ കാവൽ കൊടുക്കും ഞാൻ. ഇനി 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയും അതിനുശേഷം ഖുൽ ഹു അല്ലാഹു അഹദ് സൂറത്ത് 10 തവണ ഓതുക. 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാൽ കാഫിറൂൻ 10, 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹു അല്ലാഹു അഹദ് സൂറത്ത് 10 തവണ. പിന്നെ സാധാ നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ചിട്ട് 2-ാമത്തെ റക്അത്തിൽ സലാം വീട്ടുക. സലാം വീട്ടിയ ഉടൻ തന്നെ, സലാം വീട്ടി കഴിഞ്ഞ ഉടനെ നേരെ സുജൂദിലേക്ക് വീഴുക. ഒറ്റ സുജൂദ്. ഇങ്ങനെ സലാം വീട്ടി കഴിഞ്ഞ ഉടനെ സുജൂദിൽ വീണിട്ട് അവിടെ കിടന്ന് 10 സ്വലാത്ത് ചെല്ലുക. ഏത് സ്വലാത്ത്? ഏത് സ്വലാത്തും ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വാഹ്ലി, അല്ലെങ്കിൽ അല്ലാഹു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലെങ്കിൽ താജു സ്വലാത്ത് ആകട്ടെ, ഏത് സ്വലാത്ത്. പക്ഷേ ഏറ്റവും നല്ലത് ഇബ്രാഹിമിയ സ്വലാത്ത് തന്നെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹീഹായ സനദോടെ വാരിതായി വന്ന സ്വലാത്താണ്. അപ്പോൾ ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്താണ്. അതറിയുന്നവർ അത് ചൊല്ലുക. ഏറ്റവും ശ്രേഷ്ഠത അതിന് തന്നെയാണ്. ഇനി അത് പറ്റൂല, സിമ്പിളായിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വാഹ്ലി ഏത് സ്വലാത്തും 10 എണ്ണം ചൊല്ലാം. 10 എണ്ണം കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 10 തവണ പറയാം. ആദ്യം 10 സ്വലാത്ത്, പിന്നെ ഈ പറഞ്ഞ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 10 തവണ. അത് കഴിഞ്ഞിട്ട് ഒരു ദിക്ർ കൂടെ ഉണ്ട്, ഒരു ദുആയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതും 10 തവണ പറയാം. 3 കാര്യങ്ങൾ 10 തവണ പറയാനുണ്ട്. എന്തൊക്കെയാണ്? സുജൂദിൽ കിടന്നുകൊണ്ട് 10 സ്വലാത്ത്, പിന്നെ 10 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, പിന്നെ 10 തവണ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത് 3 കഴിഞ്ഞതിന് ശേഷം ആ സുജൂദിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അള്ളാഹിനോട് പറയാം. നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങളുടെ ആവശ്യം എന്താണ്, അള്ളാഹിനോടത് പറയാം. അള്ളാഹു നടത്തി തരുമെന്ന് സയ്യിദുന ഖളർ അലൈഹി സ്വലാത്തു വസ്സലാം. അതിൽ ഖൈറുണ്ടെങ്കിൽ അള്ളാഹു ഉടനെ അത് നടത്തി തരും. 1000 ആഗ്രഹങ്ങൾ നടക്കാൻ ഈ 2 റക്അത്ത് നിസ്കാരം മതി എന്നുള്ളതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നിസ്കരിക്കാൻ, പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിവസമല്ല, ഇന്നും നമുക്കത് ശ്രമിച്ചു നോക്കാമല്ലോ. ഇന്നൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? ജുമയുടെ മുമ്പായിക്കൊണ്ട് അല്ലേ, ഇന്നൊന്ന് ചെയ്തു നോക്ക്. നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ നീങ്ങാൻ, ബുദ്ധിമുട്ട് നീങ്ങാൻ, രോഗം മാറാൻ, മക്കൾ നന്നാകാൻ, അങ്ങനെ തുടങ്ങി ദുനിയാവിലെ ആഗ്രഹങ്ങളാകട്ടെ, ഇനി ആഖിറത്തിലെ ആഗ്രഹം എന്തും ആയിക്കോട്ടെ, ഈ 2 റക്അത്തൊന്നും നമ്മൾ ശ്രമിച്ചു നോക്കണ്ടേ? അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ വെള്ളിയാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സ്വലാത്ത് തന്നെയാണ്. അല്പം സ്വലാത്ത് എന്നോടൊപ്പം ഒന്ന് ചൊല്ലിക്കേ. ഔഖഫ്തുൽ ഉംറ അലൈഹി ബിമദീഹിൻ ബൈന യദൈഹി ഫവ്വൽതുൽ അംറ ഇലൈഹി فاختر لرسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ومدحت بطيبة طه ودعوت بطه الله أن يحشرني أواها بلواء رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ووقفت على الأعتاب
وبكيت له بالباب وبصفح دون عتاب قد جاد رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وهناك أموت وأحيا والروح بطه تحيا فأكاد أناجي الواحيا في روض رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇംദാദീസ് വ്ളോഗ് എന്ന ചാനലിലൂടെ ചോദിച്ച ചോദ്യം, ഇംദാദീസ് വ്ളോഗിൽ ഇന്നലെ പലരും കയറി കണ്ടിട്ടില്ല കേട്ടോ, ഉള്ളത് പറയാമല്ലോ. അതിൽ ചോദ്യം ഉത്തരം കമൻറ്റ് ചെയ്തിട്ടില്ല പല ആളുകളും. ഇപ്പോൾ 1000 രൂപ സമ്മാനം കിട്ടണമെങ്കിൽ ഇതിലും കാണാം. ഒന്നരാടാണ്. ഒരു ദിവസം അതിൽ ചോദ്യം ചോദിച്ചാൽ ഒരു ദിവസം ഈ വീഡിയോയിലായിരിക്കും ചോദ്യം. 6 മണിക്കത്തെ സ്വഭാവ ലെയറിലും 10 മണിക്കത്തെ ഇംദാദീസ് വ്ളോഗിലെ പ്രോഗ്രാമിൽ. അത് വേറെ ചാനലിലാണ്. ഇനി മനസ്സിലാകാത്തവരുണ്ടോയെന്നറിയില്ല. വേറെ ചാനലാണ് ഇംദാദീസ് വ്ളോഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ലിങ്ക് ഒന്നാമത്തെ കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ചോദിച്ച ചോദ്യം മഹാനായ ഇമാം റൂബി റഹിമഹുല്ലയുടെ ഗുരുനാഥൻ്റെ പേരെന്താണ്? അത് ഷംസു തിബ്രീസി റഹിമഹുല്ലയാണ്. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തു. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ സിമ്പിളായ ചോദ്യം, ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ലോകപ്രശസ്തമായ ഗ്രന്ഥമുണ്ട്. ആ ഇഹ്യാ ഉലൂമുദ്ദീനിൻ്റെ രചയിതാവ് ആരാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ പഠിച്ച അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കാണുന്ന ഒരു സദസ്സാക്കണേ അല്ലാ. ഞങ്ങളുടെ സ്വലാത്ത് കണ്ട് അവിടെ നിന്ന് സന്തോഷിക്കുന്ന രീതിയിൽ കബൂൽ ചെയ്യണേ അല്ലാ. ഒരുപാട് അസുഖബാധിതരുണ്ട്, ശിഫ നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാവരുടെയും മുറാദുകൾ ഹാസുലാക്കണേ അല്ലാ. കുടുംബത്തിൽ സമാധാനം തരണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളുടെ ഇണകളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാച്ചുകളാക്കണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ബർസഖി ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാ. വിവാഹപ്രായം എത്തിയവർക്ക് ഹൈറായ നിലക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തെ, ഇതിനെ സ്നേഹിക്കുന്നവർ, ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.